ദില്ലിയിലും പുനെയിലും വൻ ലഹരിവേട്ട 2500 കോടി രൂപയുടെ ലഹരി മരുന്ന് പിടികൂടി. 1100 കിലോ മെഫ്രഡോൺ ആണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഈ പിടിച്ചെടുത്ത ഈ ലഹരി മരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ ഇത്രയധികം വില വരുന്നുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. എങ്ങനെയാണിത് പിടികൂടിയത്? മറ്റ് വിവരങ്ങൾ ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും നിന്നും ഇത്തരത്തിൽ ലഹരി മരുന്ന് പിടികൂടിയിട്ടുണ്ടോ? മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ഈ ലഹരി മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. അതായത് 2 ദിവസങ്ങളായി നീണ്ടുനിന്ന ഓപ്പറേഷനിലാണ് പുനെയിലും ദില്ലിയിലുമായിട്ട് നടത്തിയ റെയ്ഡുകളിൽ 2500 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഈ മെഫ്രഡോൺ പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 1100 കിലോ മെഫ്രഡോൺ ആണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ പൂനെയിൽ 3 മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് കടത്തുകാർ ഇത്തരത്തിൽ പോലീസ് പിടിച്ചെടുത്തിരുന്നു, അല്ലെങ്കിൽ അവരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ദില്ലിയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയും ദില്ലിയിലെ കോസ്കസ് പ്രദേശത്ത് നിന്ന് ഏകദേശം 400 കിലോ ഈ മെഫ്രഡോൺ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ പൂനെയിൽ നിന്ന് 700 കിലോ മെഫ്രഡോൺ ഈ 3 പേരെ പിടിച്ചെടുത്ത്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. അതിന് ശേഷം ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ മെഫ്രഡോണിന്റെ വലിയൊരു ശേഖരം പൂനെയിൽ ഒരു പ്രദേശത്ത്, അതായത് കുർഖുംഫ് പ്രദേശത്ത് സൂക്ഷിച്ചിരുന്നു. അതും ഇപ്പോൾ കണ്ടെത്തിയതായിട്ടാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. അതേസമയം ഈ ലഹരി മാഫിയ തലവൻ ലളിത് പാട്ടീലിന്റെ ബന്ധം ഈ സംഭവത്തിൽ ഉണ്ടോ എന്നിപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം ഈ അറസ്റ്റ് ചെയ്തവരുമായിട്ട് ലളിത് പാട്ടീലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ ലഹരി മാഫിയ കടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി, ദില്ലിയിലും പുനെയിലും വൻ ലഹരിവേട്ട. 2500 കോടി രൂപയുടെ ലഹരി മരുന്നാണ് പിടികൂടിയത്. 1100 കിലോ മെഫഡ്രോൺ ആണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും ജിൽബി നൽകിയത്.